കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ തത്വമസി തത്വമസി തത്വമസി. സ്വാമി ശരണമയ്യപ്പ. ഒരിക്കൽ കൂടി തത്വമസിയിലേക്ക് സ്വാഗതം. ശബരിമല യാത്രയിൽ നമ്മളുടെ ശിരസിൽ ഇരുമുടിക്കെട്ടുള്ളതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും ഉടനീളം നമ്മുടെ പാപപുണ്യങ്ങളുടെ ഭാണ്ഡക്കെട്ടും ഉണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. ഇപ്പോൾ അവയുടെ ഗഹനഗതിയെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാം. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. ബഹൻജി, പലരും പറയാറുണ്ട് പാപം നമ്മളിൽ സ്വാഭാവികമായി കടന്നുകൂടുമെന്ന്. നമുക്കതിനു വേണ്ടി വലിയ പ്രത്യേകം ഇതാവേണ്ട, അത് വന്നുകൂടുകയാണ്. മറിച്ച് പുണ്യം നമ്മൾ തേടിപ്പോയി പരിശ്രമിച്ച് സമ്പാദിക്കേണ്ടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, തുടർച്ചയായിട്ടുള്ള കർമ്മങ്ങളാണ് നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കുന്നത്. രണ്ടാണെങ്കിലും അത് പാപകർമാകട്ടെ പുണ്യകർമാകട്ടെ കർമ്മമാണല്ലോ ഫലം തരണേ. അപ്പൊ ഒരു കർമ്മം സ്വാഭാവികമാണെങ്കിൽ സ്വാഭാവിക കർമ്മം എങ്ങനെ ഉണ്ടാവണേ? തുടർച്ചയായിട്ടൊരു കർമ്മം ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സ്വാഭാവികമാകുന്നത്, നാച്ചുറൽ ആവുന്നത്. അപ്പൊ പാപം ഇപ്പൊ നമുക്ക് സ്വാഭാവികമായി എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ്. പാപകർമ്മം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നല്ല പ്രവർത്തികൾ നമ്മള് നന്മകളും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും എന്താകും? സ്വാഭാവികമാകും. അപ്പൊ നമുക്ക് സ്വാഭാവികമാക്കാൻ ആവർത്തിച്ച കർമ്മം ചെയ്താൽ മാത്രം മതി. അത് തന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നില്ല എന്നതും പരിശ്രമിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കേണ്ടി വരുന്ന അർത്ഥം നമ്മൾ ആ കർമ്മം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്നില്ല. ഇത് കൂടുതൽ ചെയ്യുന്നു, അതുകൊണ്ട് സ്വാഭാവികമാകണം. ഇപ്പൊ ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. ആദ്യത്തെ ദിവസം മദ്യം കുടിക്കുന്നത്, ആദ്യം 1 ദിവസം 2 ദിവസം 3 ദിവസം മദ്യം കഴിക്കുന്നത് ഏതോ ഒരു കഷ്ടമുള്ള കാര്യമായിട്ട് അലർജിയായിട്ട് കഷ്ടപ്പെട്ടാ കുടിക്കണേ. അതേസമയം തുടർച്ചയായിട്ട് കള്ള് കുടിച്ച് പിന്നെ കള്ളുകുടിയനായിട്ട് അങ്ങ് മാറിക്കഴിയുമ്പോ പിന്നെന്തായി? അതൊരു സ്വാഭാവിക പ്രക്രിയ. അപ്പൊ സ്വാഭാവിക പ്രക്രിയയായിട്ട് മാറാൻ തുടർച്ചയായിട്ട് ആദ്യം ആ കർമ്മം വളരെ കാലം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുശേഷമാണ് ആ തിന്മ, ആ മോശ സ്വഭാവം ഒരു ശീലമായിട്ട് മാറി ഒരിക്കൽ ശീലമായി കഴിയുമ്പോഴാണ് പിന്നെ ഇത് സ്വാഭാവിക നിഷ്പ്രയാസം. അപ്പൊ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാകണേ? ആവർത്തിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് ശീലം ഉണ്ടാക്കുന്നത്. നമ്മൾ പറയില്ലേ, ആത്മാവ് 3 തരത്തിലാണ് പ്രവർത്തിക്കണം. ഒന്ന് മനസ്സ്, സങ്കല്പം രചിക്കുക. പിന്നെ ബുദ്ധി, തീരുമാനം എടുക്കുന്ന ആള്. ആദ്യം മനസ്സിൽ സങ്കല്പം വന്നു, ഇത് ചെയ്യണം. ബുദ്ധി തീരുമാനം എടുക്കണോ, ശരി ചെയ്യാം. അതിനുശേഷം ആക്ഷനിലേക്ക്, കർമ്മത്തിലേക്ക് നമ്മൾ വരുന്നു, പ്രവൃത്തി ചെയ്യണു. പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു മുദ്ര ഉണ്ടാക്കും, ഒരു അടയാളം ഉണ്ടാക്കും. ആ മുദ്ര ഒരു തവണ പതിഞ്ഞു, അതിനെയാണ് നമ്മൾ സ്വഭാവം, ശീലം, സംസ്കാരം എന്ന് പറയുന്നത്. ഒരിക്കലുണ്ടായ മുദ്ര വീണ്ടും അതേ കർമ്മം നമ്മൾ ചെയ്യുമ്പോ, വീണ്ടും അതേ കർമ്മം ചെയ്യുമ്പോ, അങ്ങനെ തുടർച്ചയായിട്ട് ഒരേ കർമ്മം നമ്മൾ ചെയ്യുമ്പോ റിപ്പീറ്റഡ് ആക്ഷൻ എന്തുണ്ടാക്കും? അടയാളങ്ങൾ, മുദ്രണങ്ങൾ മേലെ 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 ഉണ്ടാക്കും. അപ്പൊ ഒരേ ലെയർ മേലെ മേലെ ആയി കഴിയുമ്പോ എന്താവും? അത് സ്ട്രോങ് ആകും, ഡീപ്പ് ഇംപ്രഷൻ ഉണ്ടാക്കും. അതാണ് സംസ്കാരം അല്ലെങ്കിൽ ശീലം ഉണ്ടാക്കണേ. അപ്പൊ പാപം ഇപ്പൊ നമുക്ക് സ്വാഭാവികമായി എന്ന് നമുക്ക് തോന്നുന്നു. അർത്ഥം ഞാൻ തുടർച്ചയായിട്ട് പാപകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോ വിത്ത് വരയ്ക്കുമ്പോ തന്നെ കണ്ടിട്ടില്ലേ, വിത്തും അതിനോടൊപ്പം തന്നെ കളകളും കാണാം നമുക്ക്.
അല്ലേ? പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട വിത്ത് വിതച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വിത്തിൽ നിന്ന് വേണ്ടുന്നത് നമുക്ക് നെല്ലാണോ പയറിന്റെ എന്തിന്റെ വിത്താണോ വിതയ്ക്കണേ അതേ നമുക്ക് ആവശ്യമുള്ളൂ, അത് നമുക്ക് ഉപകാരമുള്ളൂ. അപ്പോൾ ആ വിത്ത് വളരണ കൂട്ടത്തില് നെല്ലിനോടൊപ്പം കളകൾ നിറഞ്ഞു കഴിയുമ്പോ നെൽച്ചെടികളുടെ ഇടയിൽ അയ്യോ കള വന്നല്ലോ പറഞ്ഞിട്ട് കർഷകൻ കൈയും കെട്ടി ഇരിക്കാറില്ലല്ലോ. അയ്യോ കളകൾ ഞാൻ വിതച്ചില്ലല്ലോ, അത് വന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നില്ല. തന്റെ നെൽക്കതിരുകളെ സംരക്ഷിക്കണം, തനിക്ക് നല്ല വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കള എടുക്കണം, വേണ്ടേ? കള പറിച്ചു കളയണം. കളയെ കളയാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. അല്ലാതെ എന്തായാലും കള വന്നതല്ലേ അവിടെ കിടന്നോട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നില്ലല്ലോ. കാരണം നമുക്ക് ഫലം നല്ലത് കൊയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം? കള കളയണം. കാരണം കള ആ നെൽക്കതിരിനോടൊപ്പം നിന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ നെൽക്കതിരിനെ വളർത്താൻ വേണ്ടി എന്തൊക്കെ കൊടുക്കണോ അത് ആദ്യം ആര് വലിച്ചെടുക്കും? കള വലിച്ചെടുക്കും. അപ്പൊ അതേപോലെ നമ്മളില് നല്ലതും കെട്ടതുമായിട്ടുള്ള സ്വഭാവങ്ങൾ ഇപ്പൊ ഉണ്ടാവും. എന്ന് വെച്ചിരിക്കുന്ന എല്ലാരും നല്ല നന്മകൾ മാത്രമേ എല്ലാവരിലും ഉള്ളൂ. നമ്മളിൽ ചില നന്മകളും ഉണ്ട്, ചില തിന്മകളും ഉണ്ട്. നമുക്ക് ചില വിശേഷതകളും ഉണ്ട്, ചില കുറവുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് തിരിച്ചറിയണം. അതാണ് ഏറ്റവും പ്രധാനം. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാ എന്നിലെ കളകൾ എന്താണ്, എന്നിലെ നന്മകൾ എന്താണ്, രണ്ടും മനസ്സിലാക്കണം. എന്റെ നന്മകളെയും മനസ്സിലാക്കണം, എന്റെ തിന്മകളെയും മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അതിനാണ് ജ്ഞാന കണ്ണാടിയുടെ ആവശ്യം, ജ്ഞാന സ്നാനത്തിന്റെ ഞാൻ ചോദിക്കാൻ വന്നത്. അത് എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുന്നത്. അതൊരു കണ്ണാടിയുടെ ജോലി ചെയ്യും. അപ്പൊ അതിൽ ആ കണ്ണാടിയിൽ നമുക്ക് നമ്മളുടെ നന്മയും കാണാം, തിന്മയും കാണാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് സിസ്റ്റർ. എന്താണെന്നറിയോ, സാധാരണ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളോ പാപങ്ങളോ നമ്മുടെ കണ്ണിൽ പെടില്ല, അത് മറ്റുള്ളവരുടെ കണ്ണിലേ പെടുള്ളൂ. ഒന്ന്, പിന്നെ അങ്ങനെ അറിഞ്ഞാലും നമ്മൾ തന്നെ അതിനെ കണ്ണടയ്ക്കാനോ അല്ലെങ്കിൽ മറയ്ക്കാനോ നോക്കും. അപ്പോ എങ്ങനെ അതിന് കഴിവുണ്ടാവുന്നതാണ് എന്റെ ചോദ്യം. അതിന്റെ കാരണം എന്താ വെച്ചാല് നമ്മുടെ രണ്ട് കണ്ണുകൾ, ഈ ശരീരത്തിന്റെ രണ്ട് കണ്ണുകൾ എപ്പോഴും മറ്റേ നമ്മുടെ പുറമേ ഉള്ളവരെ കാണിച്ചു തരാനാണ് സഹായിക്കുക. അതിനാണല്ലോ ഇപ്പൊ നമുക്ക് മൂന്നാം കണ്ണ് കിട്ടിയല്ലോ, അകക്കണ്ണ് തുറന്നുവല്ലോ. നമ്മള് ഈ മൂന്നാം കണ്ണിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ കാണാൻ പറ്റൂ. അതിനാണ് നമുക്ക് ആന്തരിക നേത്രം തുറക്കേണ്ടതിന്റെ ആവശ്യം. ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവിന്റെ ആവശ്യത, ആത്മബോധത്തിന്റെ ആവശ്യത. ആത്മാവാണെന്ന ബോധം കിട്ടിക്കഴിയുമ്പോൾ അതൊരു കണ്ണാടിയുടെ ജോലിയെ ചെയ്യാം. അത് നമുക്ക് നമ്മളെ കാണിച്ചു തരാൻ സഹായിക്കും. അപ്പൊ നമുക്ക് പതിരെന്താണ്, നമ്മുടെ ഉള്ളിലുള്ള നന്മ എന്താണ്, ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയും. ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നമുക്ക് നമ്മളെ കാണിക്കാൻ, സ്വയത്തെ വീക്ഷിക്കാൻ സഹായിക്കുന്ന ദർപ്പണമാണ്. ഒരു കണ്ണാടിയുടെ ജോലി അത് ചെയ്യണം. അപ്പോൾ നമുക്ക് കളയെടുത്ത് കളയാൻ ഈസിയാണ് സ്വയം. കാരണം കളയെടുക്കേണ്ട ജോലി ഞാൻ തന്നെ ചെയ്യണം. കാരണം എന്റെ ഉള്ളിലാണല്ലോ കള. മറ്റുള്ളവരിലെ കുറവുകളെ നമ്മൾ കണ്ടാലും അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതേസമയം എനിക്ക് എന്റെ ഉള്ളിലെ കളകളെ കണ്ടുപിടിച്ചാൽ അതിനെ കഴുകിക്കളയാൻ പറ്റും, മാറ്റിയെടുക്കാൻ കഴിയും, പരിവർത്തനപ്പെടുത്താൻ പറ്റും. എനിക്ക് മാത്രമേ എന്നെ പരിവർത്തനപ്പെടുത്താനും കഴിയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100% ഗ്യാരണ്ടിയോടുകൂടി എന്നെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്, മറ്റാർക്കും കഴിയില്ല. ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ചിലര് പറയില്ലേ ഇവര് മാറില്ല, ഇവര് നന്നാവില്ല. അതിന്റെ അർത്ഥം എന്താ? ദൈവം തമ്പുരാന് നമുക്ക് വഴി മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ. അവരവര് തന്നെ ചെയ്യണം. ഭഗവാൻ പറയുന്ന വഴിയിലൂടെ നടന്ന് പരിവർത്തനം എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ നമുക്കറിയാലോ, ഫാക്ടറികൾ നടത്തുന്ന സമയത്ത് ആ ഫാക്ടറി ഉൽപ്പന്നങ്ങൾക്കൊപ്പം തന്നെ ഫാക്ടറിയിൽ നിന്ന് കുറെ മാലിന്യങ്ങളും പുറത്തു വരും. അപ്പൊ ഫാക്ടറി ഉടമസ്ഥൻ പറയാതെ ഞാൻ മാലിന്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് പോക്കഴിലൂടെ വരികയല്ലേ, ഞാൻ ഇന്ന പ്രോഡക്റ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇന്ന ഫാക്ടറി, ഞാൻ സോപ്പ് ഫാക്ടറിയാണ് ഉണ്ടാക്കിയത്, സോപ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, മാലിന്യം ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. സോപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറിയില് അല്ലെങ്കിൽ മറ്റേത് സാധനം ഉണ്ടാക്കുന്ന ഫാക്ടറി ആകട്ടെ, ആ ഫാക്ടറിയിൽ നിന്ന് എന്ത് മാലിന്യം പുറത്തേക്ക് വരുന്നു ആ ഫാക്ടറി ഉടമസ്ഥന്റെ കടമയാണ് ആ ഉൽപ്പന്നങ്ങൾക്കൊപ്പം പുറത്തു വന്ന മാലിന്യത്തെ സംസ്കരിക്കാനുള്ള ചുമതലയുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതയാത്രയില് നമ്മുടെ ഉള്ളിലെ നന്മകൾക്കൊപ്പം എന്തെല്ലാം തിന്മകൾ നമ്മളുടെ ഉള്ളില് കടന്നുകൂടിയോ ആ കടന്നുകൂടിയ അഴുക്കുകളെ കഴുകിക്കളയാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും ചെയ്യുക തന്നെ വേണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. ഈശ്വരനാണെങ്കിലും വഴി പറഞ്ഞു തരാൻ പറ്റും, മാതാപിതാക്കൾക്കാണെങ്കിലും വഴി പറഞ്ഞു തരാൻ പറ്റും, നമ്മുടെ അധ്യാപകരാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, ഗുരുജനങ്ങളാകട്ടെ, എല്ലാവർക്കും നമുക്ക് പറഞ്ഞു തരാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരണം. ഈ പാപം പുണ്യം എന്നൊക്കെ പറയുന്നുണ്ട്.
ഈ പുതിയ തലമുറക്കാര് ഈ പാവത്തിനെയും പുണ്യത്തിനെയും പറ്റി ഒന്നും ചിന്തിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അവര് വിചാരിക്കുന്നു, അവര് വിശ്വസിക്കുന്നു. അത് ശരിയാണോ? പുതിയ തലമുറ മാത്രമല്ല, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പേര് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ധാരാളം പേരുണ്ടെന്ന് പറയാം. പുതിയ തലമുറ പിന്നെ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുന്ന മാത്രമേ പകർച്ചവ്യാധി ആയിക്കൊണ്ടിരിക്കുകയാണത്. അതെ അതെ. അപ്പോ എങ്ങനെ ജീവിച്ചാലും എങ്ങനെയാലും ജീവിച്ചാ പോരെ, എങ്ങനെയാലും സുഖമായിട്ട് ജീവിച്ചാ പോരെ, അങ്ങനെയാണ് പറയാ. സുഖം കിട്ടാൻ ഏത് വഴിക്കും പോയിക്കൂടെ എന്ന് പറയാറുണ്ട്. സാധാരണയായിട്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു കഴിഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കേണ്ട അതേപോലെ നമ്മുടെ ജീവിതം പൊളിഞ്ഞു പോകും. പിന്നെ പൊളിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, റിപ്പയർ ചെയ്യാൻ പിന്നെ നമ്മൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. തകർന്ന് തരിപ്പണതിന് ശേഷം കേടാവുന്ന തുടങ്ങണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാം. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണതിന് ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ എന്റെ ജീവിതം എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതിപ്പോ ആര് കാണുന്നു അല്ലെങ്കിൽ ആര് കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും അല്ലെങ്കിലും കർമ്മം നമ്മളെ വിടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പാപം എന്തിനാ നോക്കണേ, പുണ്യം എന്തിനാ നോക്കണേ? ഞാൻ പാപത്തെയും പുണ്യത്തെയും നോക്കണ്ട, പക്ഷെ ഇതിനുള്ളിൽ ഒരാളിരുന്നുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കോൺഷ്യസ്നെസ്സിൽ, എന്റെ ബോധമണ്ഡലത്തില് ഈ കാര്യം ഉണ്ടോ ഇല്ലയോ, പക്ഷെ എന്റെ ഉള്ളിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് ചിന്തിക്കാതിരുന്നത് കൊണ്ട് അതിൽ നിന്ന് എസ്കേപ്പിസോ അല്ല, എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് റെക്കോർഡഡ്. യെസ്, ആത്മാവ് ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാ. ഈ ശരീരത്തിൽ ഏത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്താലും, ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നാൽ പോലും അതിന്റെ അടയാളങ്ങൾ ആത്മാവിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. അത് മുദ്രണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ ഒരിക്കലും നശിക്കാത്തതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ പോലെയല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായേണ്ട ഡിലീറ്റ് ആവുന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. ഈ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വൈറസ് കയറുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. പക്ഷെ ഇതെല്ലാം ഫീഡ് ചെയ്യും. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബോധവാന്മാരാണെങ്കിലും അല്ലെങ്കിലും പാപപുണ്യങ്ങളെ കുറിച്ച് ആത്മാവാകുന്ന കമ്പ്യൂട്ടറിൽ ഇതെല്ലാം പതിയുന്നുണ്ട്. ഏതൊന്ന് കമ്പ്യൂട്ടറിൽ പതിഞ്ഞോ അതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരും. സെറ്റിൽമെന്റ് ചെയ്തേ മതിയാക്കും. അത് നല്ലതാണെന്നില്ല എന്ന് പറയുന്നത് അപ്പൊ അവര് കണ്ണടച്ചിരുട്ടാക്കാണ്, ചിന്തിക്കാതെ ഓരോന്നും. അത് പൂച്ച പറയാറില്ല, കണ്ണടച്ച് പാല് കുടിക്കും പോലെ മാത്രമേ. ചിന്തിക്കാതിരുന്നാൽ ഒന്നുമില്ല, അതിൽ പ്രശ്നമില്ല പറയുന്നത്. കണ്ണടച്ചിരുട്ടാക്കും വരികയാണോ? അത്രയാണ്. അത് തന്നെയാണ്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ചില പണിഷ്മെന്റുകൾ കിട്ടുമ്പോൾ അതിനുശേഷം എപ്പോഴാണോ ജീവിതത്തിൽ ചില പീഡനങ്ങള്, കഷ്ടങ്ങള്, സംഘർഷങ്ങൾ അനുഭവിക്കുന്നത്, ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുക, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുക, ജീവിതത്തിൽ വലിയൊരു തകർച്ച ഉണ്ടാവുക, എന്തെങ്കിലും ശരീരത്തിനോ മനസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു നഷ്ടം നമുക്ക് ജീവിതത്തിൽ സംഭവിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത്, അവിടെ കിടക്കുന്ന കിടപ്പിൽ നമുക്ക് ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ മനസ്സിൽ കടന്നു വരും. ഓ, എന്നിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരുന്നല്ലോ, അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇങ്ങനെ വന്നേ. അതായത് ഒരു സാധാരണ പറയില്ലേ, നമ്മളൊരു കോടതിയില് ഒരു ജഡ്ജി ഒരു കുറ്റക്കാരനെ ശിക്ഷ വിധിക്കുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, ലാസ്റ്റ് ശിക്ഷയ്ക്ക് മുമ്പ് എല്ലാ തെറ്റുകളും വിസ്തരിച്ച് കേൾപ്പിക്കണം, തെളിവ് സഹിതം. ഇന്ന സമയത്ത് ഇന്നത് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് ശിക്ഷ വിധിക്കുള്ളൂ പറയും. ഇതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി കോടതിയിൽ നടക്കണം. അതൊന്നും നമ്മൾ വേർതിരിച്ച് ചിന്തിക്കുകയോ ഇപ്പൊ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ജീവിതത്തിലെ ചില സന്ദർഭങ്ങള്, സാഹചര്യങ്ങള് അപ്പോഴേക്ക് ടൂ ലേറ്റ് ആയി പോവും. കാരണം ആ കർമ്മങ്ങള് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ അപ്പൊ നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ഈശ്വരൻ എന്തിനാ എനിക്ക് ഇങ്ങനെ തന്നെ? അപ്പൊ നമ്മൾ അങ്ങനെ പറയാ, ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? അവനവന്റെ കർമ്മമാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കുറ്റം പറയും. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ കുറ്റം പറയണേ. കർമ്മം നമ്മൾ ചെയ്തിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈശ്വരൻ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങളില് ഇടപെടില്ല, ഇന്റർഫിയർ ചെയ്യില്ല, ഒരിക്കലും ഇടപെടില്ല. കർമ്മം എന്റേതാ. അതുകൊണ്ടാണല്ലോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ച് എടുക്കുന്നേ വരുന്ന പാട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർമ്മത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ അല്ലയോ എന്നുള്ളതല്ല, കർമ്മം നമ്മളെ പിന്തുടരും, കർമ്മഫലങ്ങളും. അതിന് ഒളിച്ചോടാൻ നമുക്കാർക്കും കഴിയില്ല. അപ്പോ
ഈ പാപം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫലം കിട്ടും എന്നറിയാം നമുക്ക്. അപ്പൊ ആ അറിവിൽ കൂടിയിട്ട് കുറെ പുണ്യം ചെയ്യാം, എന്നിട്ട് ഇതിനെ അങ്ങോട്ട് പരിഹരിച്ച് കളയാം. അങ്ങനെ നടക്കാൻ പറ്റും. അതായത് കുറെ പാപകർമ്മങ്ങൾ ചെയ്തിട്ട് പിന്നെ അങ്ങ് കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മേക്കപ്പ് ചെയ്യാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാമി തന്നെ ചിന്തിച്ചു നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞുവല്ലോ, കർമ്മത്തിന് ഫലമുണ്ട്. അത് നല്ലതിന് നല്ലത്, കെട്ടതിന് കെട്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പാപത്തിന് അതിന്റെ നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവും. കാരണം നിയമം അതാണല്ലോ, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മുടെ ഓരോ കർമ്മത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട്. അപ്പൊ ഈ പ്രതിപ്രവർത്തനം രണ്ടിനും ഉണ്ടല്ലോ. പാപം ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടും, പുണ്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടും. പക്ഷെ രണ്ടും നമുക്ക് അനുഭവിച്ചേ മതിയാകുള്ളൂ. അല്ല, നമ്മൾ ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അതായത് ഞാൻ കുറെ അധർമ്മം ചെയ്യാ, പാപകർമ്മങ്ങൾ ചെയ്യാൻ, തെറ്റുകൾ ചെയ്തു കൂട്ടാ, ശരി ഭഗവാൻ എന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പുണ്യകർമ്മം ചെയ്യാം, അതോടുകൂടി അത് ക്ഷമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാകും? കാരണം ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് എന്നാ ശരി ഞാൻ എല്ലാ തെറ്റും ചെയ്തു, ഭഗവാൻ അങ്ങ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ നമുക്ക് കൈക്കൂലി കൊടുത്തിട്ട് ക്ഷമിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് നമ്മൾ കൈക്കൂലി കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് നമുക്ക് കോമ്പൻസേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിൽ നിന്ന് കർമ്മം ഉണ്ടായിപ്പോയത്, ആ കർമ്മത്തിന്റെ ഫലം എന്റെ അടുത്തേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതൊരു ഗുഹയിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കും പോലെയാണ് കർമ്മം. എന്നിൽ നിന്ന് പോകുന്ന ശബ്ദം പ്രതിധ്വനിയായിട്ട്, എക്കോ ആയിട്ട് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, എന്നിൽ നിന്നുണ്ടാകുന്ന തെറ്റുകള് അതിന്റെ ദോഷം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, തീർച്ചയായിട്ടും ആ നന്മയുടെ ഫലവും നമുക്ക് തന്നെ കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വേണ്ടാത്തതെല്ലാം ചെയ്തതിനു ശേഷം കുറച്ചെന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നതോടുകൂടി ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തെറ്റുകളല്ലാതാവില്ല. അതിനൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൂടി പാപം ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഒരു വാണിംഗ് ആണ്. വാണിംഗ് ആണ്, തീർച്ചയായിട്ടും ആ വാണിംഗ് ആണ്. ബി കെയർഫുൾ. ഈ കുറച്ച് പുണ്യം ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ള ചിന്ത തെറ്റാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ കലിയുഗ സമയത്തില്, ഈ അന്തിമ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം. എല്ലാരും അതിന് വേണ്ടിയിട്ട് കണ്ടിട്ടില്ലേ, വീട്ടിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു വഞ്ചി പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതില് ഭഗവാന് വേണ്ടി ഒരു ഭണ്ഡാരി വെച്ചിട്ട് അതിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കും. കുറെയൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ട് കുറെ സമ്പാദിക്കണു, അതിന്റെ ഒരു ഭാഗം എന്നാ ദൈവത്തിന് പൊക്കോട്ടെ, എന്നാ എന്റെ പാപഭാരം കുറയട്ടെ. അങ്ങനെ ഈശ്വരൻ ഒരിക്കലും പറയില്ല, പാപത്തിന്റെ ഭാഗത്തിൽ നമ്മൾ സമ്പാദിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം എനിക്ക് തന്നോളൂ, നിന്റെ പാപഭാരം ഞാൻ ഇല്ലാണ്ടാക്കാം. അങ്ങനെ ഒരിക്കലും ഈശ്വരൻ ഏറ്റെടുക്കില്ല നമ്മുടെ കർമ്മങ്ങള്. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പാപത്തിന്റെ വഴിയിലൂടെ സമ്പാദിച്ചിട്ടൊരു ഭാഗമല്ല നമ്മൾ ഈശ്വരന് കൊടുക്കേണ്ടേ. ശ്രേഷ്ഠ കർമ്മത്തിലൂടെ സമ്പാദിച്ചിട്ട് അതിന്റെ ഭാഗം വേണം ശ്രേഷ്ഠ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ. അപ്പോഴേ അത് നമുക്ക് പുണ്യമാകുള്ളൂ. അപ്പോ ഈ പാപം ഞാനും ചെയ്യുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്യുന്നുണ്ടെന്ന് പറയാം, ഞാൻ മാത്രം ഇതാണ്. അതേപോലെ എന്റെ പേരൻസും മാതാപിതാക്കളും പാപം ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ചിലർ വരുന്നുണ്ട്, അവരുടെ പിതൃക്കൾ ചെയ്ത പാപമാണ് ഇവൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ മാതാപിതാക്കൾ ചെയ്യുന്ന പാപകർമ്മം എന്നെ ബാധിക്കുമോ? ഒന്ന്. വേറൊരു ചോദ്യം കൂടെ ഉണ്ട്, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കതിനുള്ള പറ്റുമോ? സാധ്യമാണോ? സ്വാമി തന്നെ ആലോചിച്ച് നോക്കൂ. മാതാവാകട്ടെ പിതാവാകട്ടെ, അല്ലെങ്കിൽ ആ മാതാവിന്റെയും മാതാവാകട്ടെ, അല്ലെങ്കിൽ ആ പിതാവിന്റെയും മുത്തശ്ശനാകട്ടെ, നമ്മൾ ഓരോരുത്തരും, നമ്മൾ മനസ്സിലാക്കിയല്ലോ, നമ്മൾ ഓരോരുത്തരും സ്വതന്ത്ര ആത്മാക്കളാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ്, ഒരു ചേതന, എനിക്ക് നാശമില്ല. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാത്മാവാ ആണല്ലോ. എന്റെ അമ്മ എന്ന് പറയുന്നത് വേറൊരാത്മാവാണ്. മുത്തശ്ശൻ എന്ന് പറയുന്നത് വേറൊരാത്മാവാണ്. അപ്പൊ മരണസമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മരണസമയത്ത് ശരീരം നശിക്കും, ആത്മാവ് പോവും അല്ലെ. അച്ഛനാകട്ടെ അമ്മയാകട്ടെ മുത്തശ്ശനാകട്ടെ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ, എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ചു, ആത്മാവ് ദേഹത്തുനിന്ന് വേറിട്ടു. ഈ വേറിടുന്ന ആത്മാവ് എവിടേക്കാ പോണേ? അറിയില്ല. അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാ പോണേ. അതായത് എനിക്ക് മരണം ഇപ്പൊ സംഭവിക്കുന്നു അർത്ഥം, എനിക്ക് വേണ്ടി മറ്റേതോ ഒരു അമ്മയുടെ ഗർഭത്തില് എനിക്ക് വേണ്ടുന്ന ശരീരമാകുന്ന വസ്ത്രം തയ്യാറായിട്ടിരിപ്പുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, അമ്മയുടെ ഗർഭത്തിലെ കുഞ്ഞൊരു 4 മാസം 5 മാസം പ്രായമാകുന്ന വളർച്ചയെത്തുമ്പോ, ശരീരത്തിന് ഭ്രൂണം 4 മാസം 5 മാസം വളർച്ചയെത്തുമ്പോഴാണ് അതിൽ ചലനം ഉണ്ടാകുന്നത്. സ്വാമി ചിലപ്പം കേട്ടിട്ടുണ്ടാവും, ഡോക്ടർമാരുടെ അടുത്ത് ഗർഭിണികളായ
പെൺകുട്ടികളെ കൂട്ടിയിട്ട് പോകുമ്പോൾ പറയാറുണ്ടല്ലോ, അമ്മമാരെ കൂട്ടിയിട്ട് പോകുമ്പോൾ പറയണ കേട്ടിട്ടില്ല, വയറ്റിൽ അനക്കം ഉണ്ടോ ചോദിക്കും ഡോക്ടർ. മക്കളൊക്കെ എല്ലാം എന്താ വേണ്ടത്, ഞങ്ങള് അനുഭവമുള്ളതാണ്. അനക്കുണ്ടോ ഒരു ഫീൽ ചെയ്ത് നോക്കും, പറയും അനങ്ങുന്നുണ്ടെന്ന് പറയും. അനക്കമുണ്ട് അർത്ഥം എന്താണ്? ആത്മാവ് പ്രവേശിച്ചു. അപ്പൊ ട്രീറ്റ്മെന്റ് വേറെയാണ്. അതേസമയം അനക്കം ഉണ്ടാകുന്നില്ല അർത്ഥം എന്താണ്? ഭ്രൂണത്തിന്റെ വളർച്ച മാത്രമേ ഉള്ളൂ. കേവലം ബ്ലഡിൽ നിന്ന് ആ ഭ്രൂണം തയ്യാറായി ആ ഭ്രൂണം വളർന്നുകൊണ്ടിരിക്കും കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷനിലൂടെ. പക്ഷെ ചലനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവ് പ്രവേശിക്കണം. അപ്പൊ എനിക്കിപ്പം മരണം ഉണ്ടായി അർത്ഥം എനിക്ക് വേണ്ടി എന്റെ വസ്ത്രം 4 മാസം 5 മാസം പ്രായമായ എന്റെ വസ്ത്രം എവിടെയോ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ വസ്ത്രം നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒന്ന് നിമിത്താകും. ഒന്നേ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരും, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ എനിക്ക് ഈ ശരീരം നഷ്ടപ്പെടണോ അർത്ഥം മരണം സംഭവിക്കണോ. ഞാൻ മരിക്കില്ലല്ലോ, ആത്മാവായ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് എന്ത് നിമിത്താകുന്നു? ദേഹം നഷ്ടപ്പെടാൻ. അപ്പൊ ദേഹി ഇതിൽ നിന്നിറങ്ങി എവിടേക്ക് പോവും? ആ വസ്ത്രത്തിലേക്ക് പോകും, അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും. പക്ഷെ ഈ ആത്മാവിനെ അറിയോ ഞാൻ എന്നെ എവിടേക്കാ പോകുന്നതെന്ന് അറിയോ? ആത്മാവിന് ഒരു പുള്ളിങ്, ഒരു പ്രഷർ ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മളെ വലിച്ചിട്ട് പോകുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കണക്കുകളുണ്ട്, ആത്മാവിലെ റെക്കോർഡിങ്ങുകളുണ്ട്. ഏതച്ഛൻ, ഏതമ്മ, ഏത് വീട്ടിൽ പോയിട്ട് ജനിക്കണം. ഇഷ്ടമുള്ള ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് നമുക്കങ്ങ് പോകാൻ കഴിയില്ല. ഒരു പുള്ളിങ് ഫോഴ്സ് ഉണ്ട്. അതായത് പഴയ കർമ്മങ്ങൾക്ക്. അതെ, ആത്മാവിലുണ്ട് റെക്കോർഡിങ്സ്, കണക്കുകളുടെ, കർമ്മങ്ങളുടെ. ആ കണക്കുകളും കർമ്മങ്ങളുടെ റെക്കോർഡിങ്സിനും അനുസരിച്ച് ഏത് അമ്മയുടെ ഗർഭത്തിലാണോ പോയി ജന്മം എടുക്കാൻ, എവിടെയാണോ എന്റെ കണക്കുകൾ ഉള്ളത്, സെറ്റിൽമെന്റ് ഉള്ളത്, അവിടേക്ക് തന്നെ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അവിടേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകും. അത് ഞാൻ ഇവിടെ മരിക്കുന്ന സമയത്ത് ഈ ശരീരം എനിക്ക് നഷ്ടപ്പെടുമ്പോ ഇവിടെ തന്നെ ആകണമെന്നില്ല. ഞാൻ ഭാരതത്തിൽ തന്നെ ജനിക്കണമെന്നില്ല, കേരളത്തിൽ തന്നെ ജനിക്കണമെന്നില്ല. ഒരുപക്ഷെ എന്റെ ജന്മം, അടുത്ത ജന്മം എനിക്ക് അമേരിക്കയിലാകാം, റഷ്യയിലാകാം, ആഫ്രിക്കയിലാകാം. അതെന്റെ കർമ്മം പോലെ ഇരിക്കും. കാരണം ആത്മാവിന് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകാൻ അത് എത്ര വളരെ ദൂരത്താണെങ്കിലും, ഭൂഖണ്ഡം കടന്നിട്ട് പോണെങ്കിലും ഒരു സെക്കൻഡിന്റെ സമയം ആവശ്യമുള്ളൂ. ഒരു സെക്കൻഡിലും കുറഞ്ഞ സ്പീഡില്, റോക്കറ്റിനേക്കാളും സ്പീഡ് കൂടിയ ശക്തിയാണ് ആത്മാവ്. അങ്ങനെ നമ്മൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും, അടുത്ത ശരീരം കിട്ടും. അപ്പൊ ഇപ്രകാരം ഒരു ശരീരം വിടുക, അതിനെ നമ്മൾ മരണം എന്ന് പറയും. അടുത്ത അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുക, ജനനം എന്ന് പറയും. ഇങ്ങനെ ജനന മരണത്തിന്റെ ഒരു ചക്രമാണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്, ഒരു ചാക്രിക പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും. ഒരു ശരീരം വിടുന്നു, അടുത്തത് കിട്ടുന്നു, പിന്നെ നമുക്ക് വേറൊരു അച്ഛൻ, വേറൊരു അമ്മ. അപ്പൊ എന്തായി? അടുത്ത ജന്മത്തിൽ അച്ഛൻ മാറി, അമ്മ മാറി, ബന്ധുമിത്രാദികളെല്ലാം മാറി, അല്ലേ? വീണ്ടും അവിടെ നമ്മൾ വളർന്നു വലുതായി, അവിടെ നമ്മുടെ ജീവിത നാടകം നടക്കുന്നു. വീണ്ടും മരണം നടക്കുക. അർത്ഥം എന്താണ്? വീണ്ടും അവിടുന്ന് അടുത്ത ഗർഭത്തിലേക്ക്, അടുത്ത വസ്ത്രത്തിലേക്ക് പോകും, അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും. അപ്പൊ ഇതാണ് ജനനം മരണം. എനിക്ക് ജനനവും ഇല്ല, മരണവും ഇല്ല. ഞാനാരാണ്? ആത്മാവാണ്. ജനനവും മരണവും ശരീരത്തിൻ്റെതാണ്. ഞാൻ കേവലം വസ്ത്രം മാറുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ആ പ്രക്രിയക്ക് ഞാൻ വിധേയമാകുക മാത്രം ചെയ്യണം. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് കർമ്മത്തെക്കുറിച്ചാണ്. എന്റെ അച്ഛന്റെ കർമ്മം എനിക്ക് അനുഭവിക്കേണ്ടി വരും. അതാണോ ഞാൻ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്? എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുറെ തെറ്റുകൾ ചെയ്തു, പിതൃക്കളുടെ ആണോ ഞാൻ അനുഭവിക്കുന്നത്? അതാണല്ലോ സ്വാമിയുടെ ചോദ്യം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോ എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ച സമയത്ത് ആ ആത്മാവ് പോയല്ലോ, പോയി അടുത്ത എവിടെയോ ജനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ കർക്കിടക സമയത്ത് അവർക്കെല്ലാം വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണം ചെയ്യാറുണ്ടല്ലോ, അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് നിലനിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മള് ആത്മാവിന് വേണ്ടി ക്രിയകൾ ചെയ്യണേ. അപ്പൊ നമ്മുടെ അച്ഛൻ അമ്മ മരിച്ചിട്ട്, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. അർത്ഥം എന്താ? 10 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് മറ്റെവിടെയോ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അതിന്റെ ബാധകം നമുക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ പിതൃകർമ്മം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ചെയ്യണം. പിതൃകർമ്മം നമ്മൾ എന്തിനാ ചെയ്യണേ? ആ ആത്മാവിന് വേണ്ടിയിട്ടാ. ആ ശരീരം വിട്ടുപോയ ആത്മാവ്, അച്ഛൻ 10 വയസ്സുള്ള കുട്ടിയായിട്ട് എവിടെ ജനിച്ചിരിക്കണോ ആ അച്ഛൻ എന്ന് പറയുന്ന ആത്മാവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ മനസ്സിലെ സ്നേഹവും ആദരവും സമർപ്പിക്കുകയാണ്. പക്ഷെ അത് ആ സമർപ്പണം തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവ് എനർജി അവരുടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പക്ഷെ ഇപ്പോ ആത്മാവ് എവിടെയാണെങ്കിലും ആത്മാവ് തന്നെയാണല്ലോ. ആത്മാവിന് മാറ്റമില്ലല്ലോ. ശരീരം മാത്രമല്ലേ മാറിയുള്ളൂ, നാടകശാല മാത്രമല്ലേ മാറിയുള്ളൂ. അപ്പൊ നമ്മുടെ സ്നേഹവും ആദരവും സമർപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ പോസിറ്റീവ് എനർജി അവരെവിടെയാണെങ്കിലും അവിടെ എത്തും.
അതാണ് പിതൃതർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവരെ പ്രതിയുള്ള റെസ്പെക്ട്, സ്നേഹം, ആദരവ്, അവർക്ക് നമ്മളെ പ്രതിയുള്ള പ്രതീക്ഷകൾ നമ്മൾ നിറവേറ്റുക. ആ പോസിറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ അവരെവിടെയാണോ അവിടെ എത്തും. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആത്മാവ് പോയപ്പോ തന്നെ, അച്ഛനല്ലെങ്കിൽ അമ്മ, ആ ആത്മാവ് പോയപ്പോ തന്നെ ആത്മാവിനോടൊപ്പം അവരുടെ കർമ്മം കൂടെ പോയി. അവരുടെ കർമ്മം അവര് കൊണ്ടുപോകില്ല. കാരണം അവര് ചെയ്ത കർമ്മം അവരുടെ ആത്മാവിലല്ലേ, അവരിലാണല്ലോ ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ദുരിതവും കഷ്ടവും എന്റെ അച്ഛൻ ചെയ്തതാണ്, അമ്മ ചെയ്തതാണെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഒഴിവുകഴിവ് പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ഫേസ് ചെയ്യുന്നു അതെന്റെ തന്നെ കർമ്മം. കാരണം അച്ഛൻ വേറൊരു ആത്മാവാ, ഞാൻ വേറൊരു ആത്മാവാ. രണ്ടും ഇൻഡിവിജ്വൽ സോൾസ് ആണ്, സ്വതന്ത്ര ആത്മാക്കളാ. അവരവരുടെ കർമ്മമാണ് അവരവര് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കീർത്തനത്തിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അണ്ടർസ്റ്റുഡ് ആണ്. അവരവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമേ അവരവർക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ പരിഹാരത്തിന്റെ പ്രശ്നമേ അവിടെ പരിഹാരം ഞാൻ തന്നെ ചെയ്യണം. അല്ല, എന്റെ ചെയ്യണം. അവരോട് ചെയ്തതിന് ഞാൻ പരിഹാരം ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവിടെ അവര് ചെയ്തതല്ലല്ലോ ഞാൻ അനുഭവിക്കണേ. അതുകൊണ്ട് ആ പരിഹാരത്തിന്റെ അവിടെ വരുന്നില്ല. എന്റെ തോന്നലാണ് അവര് ചെയ്തതിന്റെ ആണ് ഞാൻ അനുഭവിക്കണേ. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്തതാണ് ഞാൻ ഫേസ് ചെയ്യണേ. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ പരിഹരിക്കണം. വേറെ ആർക്കും ഈ കറക്ഷൻ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്, പരിഹാരം ഞാൻ തന്നെ ചെയ്യണം. തിരുത്തൽ എന്നിൽ തന്നെ കൊണ്ടുവരണം. എന്റെ കർമ്മ പദ്ധതിയിലാണ് ഞാൻ മാറ്റം കൊണ്ടുവരേണ്ടത്. എന്റെ ജീവിത ശൈലിയിൽ ഞാൻ മാറ്റം കൊണ്ടുവരണം. എന്റെ കാഴ്ചപ്പാടിലും പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും എവിടൊക്കെ അപാകതകൾ സംഭവിച്ചോ അതിനെ മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളത് ഞാൻ തന്നെ ചെയ്യേണ്ട കർമ്മമാണ്. അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ അവബോധവും നമുക്കുണ്ടാവണം. ഇതേവരെ ഞങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും സങ്കല്പങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അതോ ധാരണകളോ എന്ത് വേണമെങ്കിലും പറയാനുണ്ടായിരുന്നു. അതായത് പിതൃക്കളെ പറ്റിയിട്ടും അല്ലെങ്കിൽ പാവകർമ്മങ്ങളെ പറ്റിയിട്ടും ഇതെല്ലാം കൂടിയിട്ട്. പക്ഷെ ഇന്ന് അതിനൊരു തെളിവ് കിട്ടി. വളരെ നന്ദി. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മാത്രമേ നാം അനുഭവിക്കേണ്ടതുള്ളൂ. ചെയ്യാത്ത കർമ്മങ്ങളുടെ അനുഭവം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. അതിനാൽ ഇനി മുതൽ നാം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുക, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുവാൻ www.timevision.tv എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചന്ദ്രകാന്ത പട്ടു ചാർത്തിയ സ്വാമി അയ്യപ്പ, കണ്ണിൽ ഇന്ദ്രനീലം പോലെ മിന്നണമെന്റെ അയ്യപ്പ. ചന്ദ്രകാന്ത പട്ടു ചാർത്തിയ സ്വാമി അയ്യപ്പ, കണ്ണിൽ ഇന്ദ്രനീലം പോലെ മിന്നണമെന്റെ അയ്യപ്പ. സ്വാമി നീ എന്റെ സ്വന്തം, നീരാടാൻ എന്റെ നെഞ്ചം വഴികൾ താണ്ടി മലയിലെ